ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന ചില സമരങ്ങൾക്കെതിരെ ഉള്ള വിമർശനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടു. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള സമരങ്ങൾ. ഇവിടെ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് KPCC സെക്രട്ടറി MM നസീർ ഉദ്ഘാടനം ചെയ്ത ബഹുജന മാർച്ച് ഹോസ്പിറ്റലിലേക്ക് നടത്തി. അത് ജനകീയ സമരമായിരുന്നു. ഇന്നും ആ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇന്നും അവിടെ കിടത്തി ചികിത്സയില്ല. അതുകൂടാതെ കുരിയോട് വാർഡിലെ തകർന്നിറങ്ങുന്ന റോഡുകളിലെ മീൻകുഞ്ഞുങ്ങളെ നശീപിച്ചുകൊണ്ട് ഒരു സമരം നടത്തി. ആ റോഡ് ഇന്നും തകർന്നിറക്കുകയാണ്. ആ റോഡിൽ ഒരു പഞ്ചായത്തിന്റെയോ മറ്റ് ബ്ലോക്കിന്റെയോ യാതൊരു ഫണ്ടും ഇതുവരെ ആ റോഡിന്റെ നിർമ്മാണത്തിനായി അവിടെ അനുവദിച്ചതായി ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ജനകീയ സമരങ്ങളാണ്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, ഏറ്റവും അവസാനം നടത്തിയ ഒരു സമരമാണ് നമ്മുടെ KSRTCയുടെ വിശ്രമ മന്ദിരമായിരുന്നു. അതിന്റെ ഉദ്ഘാടനം അനന്തമായി നീണ്ടുപോകുന്നത് സംബന്ധിച്ച് നമുക്കറിയാം, 3 വർഷമായി ആ കെട്ടിടം ഉദ്ഘാടനം കാത്തോടെ കിടക്കുകയാണ്. അവിടെ കൊടുക്കുന്നതിന്റെ ആവശ്യകത ഉള്ളതുകൊണ്ടാണ് നീണ്ടുപോയെന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ കഴിഞ്ഞത്. കാരണം അവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അവിടെ തൊട്ടടുത്ത് വലിയൊരു തോടുണ്ട്. ആ തോടിലൂടെ നിറഞ്ഞ് വെള്ളം ഒഴുകുന്ന തോടാണ് തോന്നുന്നത്. ചെറിയൊരു 4 തൊടിയുള്ള ഒരു കിണ്ട കുഴിച്ചാൽ വെള്ളം കിട്ടാവുന്നതേ ഉള്ളൂ. എന്നാൽ അതിനൊന്നും തയ്യാറാവാതെ കോൺഗ്രസിന്റെ സമരങ്ങളെ, ജനകീയ സമരങ്ങളെ വിമർശിക്കുന്ന ഒരു രീതി ശരിയല്ല. ഇവിടെ അതുപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പാർക്കിംഗ് ഗ്രൗണ്ടിലെ ഫീസ് ഉയർത്തി. ഒരു രാത്രി വെളുത്തപ്പോൾ 40 രൂപയായി ഉയർത്തി. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ റേറ്റ് കുറയ്ക്കേണ്ടി വന്നു. ഇപ്പോൾ അത് 30 രൂപയാക്കി ആ റേറ്റ് കുറച്ചു. അതുകൂടാതെ തന്നെ KSRTCയുടെ AP ഓഫീസ് നിർത്തലാക്കി അവിടെ ഷെഡ്യൂളുകൾ വെട്ടി കുറയ്ക്കുന്നതിനെതിരെ ഒരു സമരം നടത്തി. ഇതെല്ലാം ജനകീയ സമരങ്ങളാണ്. ഈ സമരങ്ങളെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഭരണവർഗ്ഗക്കാർ വില കുറച്ച് കാണരുത്. ഇത് ഇനി വരും വർഷങ്ങളിലും വരും നാളുകളിലും ഇത്തരം ജനകീയ സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായ വിമർശനങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. ഇതിൽ യാതൊരുവിധ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ഇല്ല. ഇത് നമ്മൾ നടത്തുന്നത് ഈ ജനങ്ങളുടെ മുന്നിൽ ഇവിടുത്തെ വികസന മുരടിപ്പ് തുറന്നു കാണുന്നതിന് വേണ്ടിയാണ് ഈ സമരങ്ങൾ നടത്തുന്നത്. അത് ഇനിയും തുടരും. ആ സമരങ്ങൾ തുടരുക തന്നെ ചെയ്യും.